ഇന്ന് നമുക്ക് നല്ല നാടൻ രീതിയിൽ വലിയ സ്റ്റെപ്പുകളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഒരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു 3/4 കിലോ ഞണ്ട് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഈ ഒരു ഇതിന് എന്തുകൊണ്ട് ടേസ്റ്റ് തരുന്നത്. അങ്ങനെ ആ ഒരു ഓയിൽ ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് ഒരു 2 മീഡിയം സൈസിലുള്ള ഉള്ളി ഞാനിങ്ങനെ സ്ലൈസാക്കി കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അതും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ വഴറ്റിയെടുക്കുമ്പോൾ ഉപ്പും കൂടി ചേർത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. പിന്നെ ഞാൻ മീഡിയം സൈസിലുള്ള ഉള്ളി എടുക്കുന്നതിന് കാരണം ഞാൻ വല്ലാതെ ഗ്രേവിയുള്ള ഒരു ഞണ്ട് റോസ്റ്റ് അല്ല ഉണ്ടാക്കുന്നത്. ഒരു പാകത്തിന് അത്രയും മതി, അതാണ് ടേസ്റ്റ്. ഇനി ഏകദേശം ഈ ഒരു മിക്സ് വഴണ്ടെന്ന് കണ്ടാൽ അതിലോട്ട് ഒരു 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 2 പച്ചമുളക് നടു കീറിയതും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി അത് മൂത്ത് കഴിഞ്ഞാൽ ഒരു തക്കാളി ഇടാം. തക്കാളി വലുതാണെങ്കിൽ 1ഉം ചെറുതാണെങ്കിൽ 2ഉം ഇടാം. കൂട്ടത്തിൽ തന്നെ നമ്മുടെ മസാലകളായിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാനിപ്പോൾ 1/2 ഇടുന്നുള്ളൂ, കാരണം ഓൾറെഡി നമ്മൾ 2 പച്ചമുളക് ഇട്ടു. ഇനി കുരുമുളക് പൊടിയും ഇടുന്നുണ്ട്. അപ്പോൾ ആ എരിവ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഇവിടെ മുളക് പൊടി കുറയ്ക്കുകയാണ്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഈ എണ്ണയിൽ കിടത്തി നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഈ മസാലകളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാലും പിന്നെ തക്കാളി ജസ്റ്റ് ഒന്ന് ഒരു ഉടയുന്നത് പോലെ കണ്ടാലും നമുക്ക് ഇതിലോട്ട് ഞണ്ടിടാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വാർത്തെടുത്ത ഞണ്ടാണ്. അതും ഇട്ട് അതിലോട്ട് ഒരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ മസാലയിലോട്ട് നന്നായിട്ട് ഇളക്കി പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെക്കാം. ഇനി കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഈ വെള്ളമെല്ലാം തിളക്കുന്നത് കണ്ടാൽ നമുക്ക് ഇതിലോട്ട് 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇനി ഏകദേശം ഈ വെള്ളമെല്ലാം വറ്റുന്നത് കണ്ടാൽ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലും ഇട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം. നല്ല ഡ്രൈ ആക്കിയിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കി കൊടുക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ഡിഷിന് നൽകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല അടിപൊളിയായിട്ടുള്ള ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ശരി എന്നാൽ.